പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. ഇന്ന് ഡിസംബർ 3 ബംഗ്ലാദേശ് ഐക്യദാർഢ്യമാണ്. എന്തിനാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ലോകം മുഴുവനുമുള്ള സനാതന ധർമ്മത്തെ സ്നേഹിക്കുന്നവർ ഐക്യദാർഢ്യം നടത്തുന്നത്? 947 വരെ നമ്മുടെ ഭാരത മാതാവിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശ്. എന്നെ വെട്ടിമുറിച്ചതിനു ശേഷം മാത്രമേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ മഹാത്മജിയുടെ കൺമുന്നിൽ വെച്ച് ഭാരതമാതാവിനെ ഇസ്ലാമിന് വേണ്ടി വെട്ടിമുറിച്ചു. പഞ്ചാബിന്റെ പകുതിയും ബംഗാളിന്റെ പാതിയുമായിരുന്നു അന്ന് അവരെടുത്തത്. പഞ്ചാബിന്റെ പാതിയാണ് ഇന്നത്തെ പാകിസ്ഥാൻ. ബംഗാൾ വിഭജിച്ച് ഇന്നത്തെ ബംഗ്ലാദേശും ഉണ്ടായി. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ കൂട്ടിയിണക്കി 1600 കിലോമീറ്റർ മധ്യത്തിൽ ഭാരതത്തെയും പ്രതിഷ്ഠിച്ച് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ടാക്കി കൊടുത്തു ഗാന്ധിജിയും നെഹ്റുവും. ലീഗ് ഒരു ചത്ത കുതിരയാണെന്നും വിഭജനം ജിന്നയുടെ ദിവാസ്വപ്നം മാത്രമാണെന്നും പറഞ്ഞ അതേ നെഹ്റുവിന്റെ കൺമുന്നിൽ വെച്ച് ഭാരതമാതാവ് വെട്ടി നുറുക്കപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും ഒന്നായിരുന്നു. 1971 ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്നും വിമോചനം വാങ്ങി. അതിന് ഭാരതത്തിന്റെ നിർണായകമായ ഇടപെടലുണ്ടായിരുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. പാകിസ്ഥാന്റെ അത്ര ഉപദ്രവം അന്ന് ബംഗ്ലാദേശികൾ നമ്മളോട് കാണിച്ചില്ല. എന്നാൽ ബംഗ്ലാദേശിൽ ഈ മത മൗലികവാദത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ വളരെ സ്വാധീനമുണ്ട്. പതുക്കെ പതുക്കെ അവിടെ ശത്രുക്കളായിട്ട് അവിടെയുള്ള 8% വരുന്ന ഹിന്ദുക്കൾ മാറാൻ തുടങ്ങി. ഇന്ന് അത് വംശഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ അവിടുന്ന് ഓടിച്ചതിനു ശേഷം പുതിയ പ്രധാനമന്ത്രി മതഭ്രാന്തൻ വരികയും തുടർന്ന് അങ്ങോട്ട് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകൾ മാനഭംഗത്തിന് വിധേയമായി. സന്യാസിമാരടക്കം കൂട്ടത്തോടുകൂടി കൊല ചെയ്യപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന കലാപം ഒന്നടങ്ങിയതിനു ശേഷം വീണ്ടും അവിടെ പ്രധാനമായിട്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഹൈന്ദവ സമൂഹത്തിന് ആപത്ത് വരുമ്പോൾ അവിടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങി അതിനെ ചോദ്യം ചെയ്ത ഇസ്കോണിന്റെ സന്യാസിമാരെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ഭവനങ്ങൾ ആക്രമിച്ചുകൊണ്ട്, സ്ഥാപനങ്ങൾ തകർത്തുകൊണ്ട്, ബിസിനസ്സിൽ നിന്ന് ഓടിക്കപ്പെട്ടുകൊണ്ട് ഹിന്ദു വംശഹത്യ നിലവിൽ അരങ്ങേറുമ്പോഴാണ് ബംഗ്ലാദേശ് ഐക്യദാർഢ്യം, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ഈ ഡിസംബർ 3 ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. കിരാതമായ ഒരു മതമൗലികവാദത്തിന് പേരുകേട്ട, തൻ്റേതല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കാത്ത, തൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് അനുനിമിഷം വാശി പിടിക്കുന്ന വിഗ്രഹാരാധകനും സ്വർണം ധരിക്കുന്ന പുരുഷനും പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നവർക്കെല്ലാം നരകം കിട്ടുമെന്ന് പ്രഖ്യാപിക്കുന്ന മതഗ്രന്ഥവുമായി നടക്കുന്ന ഈ മതം എന്നും അപകടം മാത്രമാണ് ഇതര മതങ്ങൾക്ക് നൽകുന്നത്. അവിടെയാണ് ഈ ഭാരതമാതാവ് വെട്ടിമുറിച്ച് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പെട്ടുപോയ ഹിന്ദുക്കൾ, അതിന് പൂർണ്ണ ഉത്തരവാദിത്വം നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെതുമാണ്. മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ്. ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ അറിയാതെ പെട്ടുപോയവരാണ്. അവരാഗ്രഹിച്ചതല്ല. ഭാരതമാതാവിനെ വെട്ടിമുറിച്ച് ഇസ്ലാമിനൊരു ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അത് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഭാരതത്തിലെ ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ 1947 ജൂൺ 3 ആകാശവാണിയിലൂടെ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു, നാം ജൂൺ 3 പ്ലാൻ പദ്ധതി പ്രകാരം ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ, പാകിസ്ഥാൻ യൂണിയൻ, നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിയന്റെ കൂടെ ചേരാം. അന്ന് 1947 ജൂൺ 20 അടിയന്തര കോൺഗ്രസ് സമ്മേളനം ലാഹോറിൽ ചേർന്നു. 99% കോൺഗ്രസിന്റെ അംഗങ്ങളും പറഞ്ഞു, ഈ വിഭജനത്തെ നാം അംഗീകരിക്കരുത്. എന്നെ വെട്ടിമുറിച്ചാലേ ഭാരതത്തെ വെട്ടിമുറിക്കുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും നാം ഈ വിഭജനത്തെ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ
ഭാരതമാതാവിനെ വെട്ടിമുറിക്കുവാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഇന്ത്യയെ ദൈവത്തിന് വിടുക, നേതാക്കളെ വിശ്വസിക്കുക എന്ന ലോകപ്രശസ്തമായ മറ്റൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യവും വിഭജനവും ഒന്നായിട്ട് സംഭവിച്ചു. ആ വിഭജിക്കപ്പെട്ട പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശ്, 71 സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശിലാണ് ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്നത്. പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജീവരക്ഷാർത്ഥം ഭാരതത്തിലേക്ക് ഓടി വന്ന് ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുവാൻ 2019 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകേണ്ടി വന്നു. തിരിച്ചു പോയാൽ കൊല്ലപ്പെടുന്നവരാണ്. കാരണം ഇന്ത്യയിലെ ഒരു മുസൽമാനോട് ചോദിക്കുന്നു, സർവ്വസാധാരണ മുസൽമാനോട്, അമേരിക്കയിൽ പോകുന്നോ? യെസ്. നീ UAE പോകുന്നോ? യെസ്. നീ പാകിസ്ഥാനിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ അവൻ നമ്മളോട് ചൂടാകും. നമ്മൾ തെറ്റൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒരു മുസൽമാനും സാമാന്യ മുസ്ലിം തയ്യാറല്ല. ഭീകരന്മാർക്കാണ് മാത്രമാണ് താല്പര്യം. അഫ്ഗാനിസ്ഥാനിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും പോകില്ല. ബംഗ്ലാദേശിൽ തൊഴിൽ തേടി പോകുമോ? ഒരാളും പോകില്ല. അത്രയും അപകടം പിടിച്ച രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് സാമാന്യ ബോധം കൊണ്ട് നാം ചിന്തിച്ചാൽ മതി. അവിടെയാണ് ബംഗ്ലാദേശ്. നമ്മുടെ കാരുണ്യം കൊണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച ആ ബംഗ്ലാദേശ് ഇന്ന് ഹിന്ദു വംശഹത്യക്ക് കളമൊരുങ്ങിയിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുക, നമ്മുടെ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുക. ഒപ്പം ഉറക്കെ പ്രക്ഷോഭവും നടത്തുക. പ്രതിഷേധം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉയരുവാൻ നാം ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.